ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിൻ്റെ 220ാമത്തെ സെഷനാണല്ലോ ഇത്. ഒന്നാം കൽപ്പലകയിലെ ദൈവിക വെളിപ്പെടുത്തൽ അനുശാസനത്തെക്കുറിച്ചുള്ള 4ാമത്തെ വിചിന്തനവുമാണല്ലോ ഇത്. നമ്മൾ 10 പ്രമാണങ്ങളാണ് ഈ ധ്യാനത്തിൽ പ്രധാനമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. 10 പ്രമാണങ്ങൾ 2 കൽപ്പലകൾ നൽകപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തെ കൽപ്പലക ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെയും ദൈവത്തിലുള്ള ബന്ധത്തെയും സൂചിപ്പിക്കുന്നതും, 2ാമത്തെ കൽപ്പലക അവസാനത്തെ 7 പ്രമാണങ്ങൾ എഴുതി തന്നത് അത് നമുക്ക് പരസ്പരം ബന്ധം സൂചിപ്പിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഈ ആദ്യത്തെ കൽപ്പലകയിലെ 3 പ്രമാണങ്ങൾ ഓരോന്നോരോന്ന് കണ്ടതിന് ശേഷം പൊതുവായൊരു ചിത്രം നമ്മൾ എടുക്കുകയാണ്, പരിശുദ്ധ നമുക്ക് തരികയാണ്. ഞാൻ പറയുകയുണ്ടായി, നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സെഷനാണ് നമുക്ക് ഇപ്പോൾ ഈ നാളുകളിൽ ഇതുവഴി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് അത്ര തോന്നുന്നില്ലായിരിക്കും എന്നെനിക്കറിയാം. ദൈവത്തെ നമ്മൾ കഴിഞ്ഞ സൃഷ്ടി കാണുകയുണ്ടായി. ദൈവത്തെ പിതാവേ എന്ന് മാത്രമല്ല, മാതാവേ എന്ന് നമുക്ക് വിളിക്കാം, നാഥ എന്ന് വിളിക്കാം. അങ്ങനത്തെ ഒരു അടുപ്പ് നമുക്ക് ദൈവവുമായിട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് അത് വചനത്തിൽ ആഴപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. നമ്മുടെ പ്രാർത്ഥനാ ക്രമങ്ങളിൽ അതുണ്ട്, സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളിൽ അതുണ്ട്, വിശുദ്ധ വ്യക്തികൾ അത് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവത്തിലേക്ക് നമ്മളും കടന്നു വരിക എന്നുള്ളത് ഒരു പോരായ്മയുള്ള കാര്യമല്ല. നമ്മൾ ഏശയ്യായുടെ പുസ്തകത്തിൽ പഴയ നിയമത്തിൽ തന്നെ ഈ ഒരു ഞാൻ പറഞ്ഞു പിതാവേ എന്നുള്ള വിളിയുടെ അനുഭവം, ഇത് നമ്മുടെ യേശുക്ക് പറഞ്ഞു പോകാനല്ല, നമുക്കൊരു അനുഭവമായിട്ട് വരണം. സ്നേഹമുള്ളവരെ, അനുഭവമായിട്ട് വരണം ഈ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് കാരണം ഇത് ആത്മീയത എപ്പോഴും അനുഭവത്തിൻ്റെ തലവും കൂടിയാണ്, ഒരു അറിവിൻ്റെ തലം മാത്രമല്ലല്ലോ. അപ്പോൾ അബ്ബ പിതാവേ എന്നുള്ള വിളി ആഴമായ അനുഭവത്തിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കണം. ഒരു സംശയവും വേണ്ട. ഇടയ്ക്ക് നമ്മൾ പറഞ്ഞിട്ടില്ല, ഈശോ ദൈവത്തെ അബ്ബാ എന്ന് വിളിച്ചപ്പോൾ അനുഭവിച്ചത് കാര്യം. ദൈവമനുഷ്യനെ സ്നേഹിക്കുന്ന പുസ്തകത്തിനകത്ത് മരിയവാർത്ത ദർശനങ്ങളിൽ ഇങ്ങനെ ഈശോയുടെ ജീവിതത്തിൻ്റെ പല രംഗങ്ങൾ കാണുമ്പോൾ അതിനകത്ത് മരിയവാർത്ത വളരെ ഹൃദയസ്പർശ രീതി പങ്കുവെക്കുന്ന ഒരു രംഗം, വിവരിക്കാൻ മേലായെന്ന് പറഞ്ഞുകൊണ്ട് സൂചിപ്പിക്കുന്ന ഒരു രംഗം, ഈശോ സ്വർഗസ്വനായ പിതാവേ എന്ന് പ്രാർത്ഥന ചൊല്ലുന്നതാണ് എന്ന് മേളത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കൈ രണ്ടും തിരിച്ചു പിടിച്ച് പിതാവിന് മുമ്പിലേക്ക് ഇങ്ങനെ നിന്നുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ഈശോ പ്രാർത്ഥന ചെല്ലുന്ന കണ്ടു കഴിഞ്ഞാൽ അത് കൊതി വരുന്നു. അത് ആരെ കൊണ്ട് ചെല്ലാൻ പറ്റില്ല, പിതാവിനെ അങ്ങനെ വിളിക്കാൻ ആരെ കൊണ്ട് പറ്റില്ല എന്ന് മരിയവാർത്തോർത്ത് അത് നോക്കിയിട്ട് എഴുതി വെക്കുന്നുണ്ട്. അത് നമുക്കൊരു മാതൃകയാണ്. ദൈവത്തെ നമുക്ക് അബ്ബാന്ന് സ്വന്തമായി ചാച്ചൻ അപ്പ പപ്പ എന്തെങ്കിലും ആയിക്കോട്ടെ, ആ വാക്കുകൾ അങ്ങനെയുള്ളൊരു അനുഭവം വിളിക്കാന്നുള്ളതല്ല, അത് ഉള്ളിൻ്റെ ഒരു അനുഭവമായിട്ട് മാറ്റാനായിട്ട് പറ്റണം. അത് ഒരുപാട് കാര്യങ്ങൾ കാര്യം കണ്ടു കഴിഞ്ഞു. ദൈവത്തിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നുള്ള ഏറ്റുപറച്ചിലാണത്. ദൈവം എൻ്റെ ശിരസ്സാണ്, എൻ്റെ അധികാരമാണ്, എൻ്റെ എല്ലാത്തിൻ്റെയും നിയന്ത്രണം ദൈവത്തിലാണ്.
എന്നെ പരിപാലിക്കുന്ന അവിടെ നിന്നാണ്, എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരുന്നത് അവിടെ നിന്നാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ അബ്ബ എന്നുള്ള വിളിക്കകത്ത് ഉൾച്ചേർന്നിരിക്കുന്നതായിട്ട്. അതെല്ലാം നമ്മൾ കൂടുതൽ കൂടുതൽ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് ആ രീതി ദൈവത്തെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്. ഇതേ രീതിയിൽ തന്നെ ദൈവത്തെ നമുക്ക് അമ്മ എന്ന് വിളിക്കാനും സാധിക്കുമെന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. യെശയ്യായുടെ പുസ്തകത്തിൽ 66-ാമത്തെ അധ്യായത്തിൽ 12-13 തിരുവചനങ്ങളിൽ ജെറുസലേമിലൂടെ ദൈവത്തിൻ്റെ സ്നേഹവും പരിപാലനയും വാത്സല്യവും എല്ലാം ഇസ്രായേൽക്കാർ അനുഭവിക്കും എന്ന് പറഞ്ഞിട്ട് ദൈവം തന്നെയാണ് ആ വാത്സല്യം തരുന്നത് എന്ന് വ്യക്തമാക്കുകയാണ്. നിന്നെ അവർ പാലൂട്ടുകയും വെളിയിലെടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും, അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് യെശയ്യായുടെ പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായമാണ്. പുതിയ ജനം എന്നാണ് ആ ഒരു ഭാഗത്തിന് ഹെഡിങ് ആയിട്ട് വിവർത്തകർ കൊടുത്തിരിക്കുന്നത്. പുതിയ ജനം. നമ്മൾ ബൈബിൾ മുഴുവൻ പ്രത്യാശയുടെ പുസ്തകമാണ്, വിമോചനത്തിൻ്റെ സന്ദേശമാണ്, സുവിശേഷ സദ്വാർത്ത. സകലവിധ അടിമത്തങ്ങളും ഭയങ്ങളും അകൽച്ചകളും അന്യ അവസ്ഥകളെല്ലാം മാറി തമ്പുരാൻ്റെ സ്വന്തമായിട്ട്, തമ്പുരാൻ്റെ സ്വന്തം ജനമായിട്ട് നമ്മൾ തീരുന്നതിനെ കുറിച്ചാണ്. പ്രവാചകന്മാരൊക്കെ ജെരമ്യായും ഏശയ്യായൊക്കെ പല ശിക്ഷയുടെയും തിരുത്തലിൻ്റെയും വഴക്കിൻ്റെയും കോപത്തിൻ്റെയും കുറ്റം വിധിക്കലിൻ്റെയും ഒക്കെ വാക്കുകൾ ശക്തമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അവസാനത്തിലേക്ക് വരുമ്പോൾ എല്ലാം പ്രത്യാശയും സ്നേഹവും സന്തോഷവുമാണ്. കാരണം ദൈവം അതിനു വേണ്ടിയിട്ട് നമ്മളത് കാത്തിരിക്കുന്നു, വളർത്തുന്നതെല്ലാം. നമ്മൾ ബൈബിളിലേക്ക് മൊത്തം നോക്കുമ്പോഴും അവസാനത്തെ പുസ്തകം വെളിപാട് പുസ്തകത്തിന് അവസാനം വരുമ്പോൾ കർത്താവിൻ്റെ കൂടാരത്തിൽ സ്വർഗീയ പുതിയ ജെറുസലേമിൽ ദൈവജനം ദൈവത്തോടൊപ്പം കുഞ്ഞാടും മണവാട്ടിയും അങ്ങനെ അണിഞ്ഞൊരുങ്ങിയ വധുവിനെ പോലെ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെല്ലാം രീതിയിലാണ് ആ മനോഹരമായ അവസ്ഥ അവതരിപ്പിക്കാനായിട്ട് യോഹന്നാൻ നോക്കുന്നത് കണ്ടിട്ട് അങ്ങനത്തെ ഒരു വലിയ അനുഭവത്തിലേക്കാണ് വരുന്നത്. അപ്പം ഈ ഒരു ചിത്രം പഴയ നിയമത്തിൽ യെശയ്യാ വഴി ദൈവം നൽകുമ്പം ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. 12-ാം വാക്യം, കർത്താവ് അരുളി ചെയ്യുന്നു, ഐശ്വര്യ നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും, ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും നിന്നെ അവർ പാലൂട്ടുകയും എളിയിലെടുത്തുകൊണ്ട് നടക്കുകയും മടിയിലെടുത്ത് ലാളിക്കുകയും ചെയ്യും, അമ്മയെപ്പോൾ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. അപ്പം ഈ ജെറുസലേമിലേക്ക് ദൈവം ഇതെല്ലാം ഒഴുക്കി കൊടുക്കും. ജെറുസലേമിൽ നിങ്ങളിതുപോലെ വാത്സല്യം അനുഭവിക്കും എന്ന് പറഞ്ഞിട്ട് അടുത്ത ഭാഗത്ത് നമ്മൾ ഞാൻ നിങ്ങളെ അങ്ങനെ കൊഞ്ചിക്കും, താലോലിക്കും, ഞാൻ നിങ്ങളെ ലാളിക്കും, അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. പാലൂട്ടും മടിയിലിരുത്തി താരാട്ടുപാടി ആശ്വസിപ്പിച്ച് അങ്ങനെ എന്ന് പറയുകയാണ്. നമ്മൾ എബ്രാസ്യാമ്മയുടെ അനുഭവങ്ങൾ ലിഖിതങ്ങളിൽ വായിച്ച് കണ്ടപ്പോൾ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായ പരിശുദ്ധ അമ്മയും ഈശോയും ഒക്കെ എബ്രാസ്യാമ്മയുടെ മുറിയിൽ വന്നിട്ട് എബ്രാസ്യാമ്മയ്ക്ക് കൊടുക്കുന്ന ശുശ്രൂഷകളെ പറ്റി പോലും നമുക്കത് അവിശ്വസനീയമായിട്ട് തോന്നും. ആ ലിഖിതങ്ങൾ നിങ്ങൾ വാങ്ങിച്ചു എന്ന് വിചാരിക്കുകയാണ്, വായിക്കണം. അത് വായിച്ച് വന്നിട്ട് അതിലൂടെ വരച്ചും കുറിച്ചും ഒക്കെ എടുക്കണം. ഞാൻ ഇതിങ്ങനെ വായിക്കുമ്പോൾ ആ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ സ്വന്തമായിട്ടൊരു ഇൻഡെക്സ് എഴുതി ചേർക്കും. അവസാനത്തിൽ എന്നെ സ്പർശിക്കുന്ന കാര്യങ്ങൾ ചെറിയ വാക്കുകളിൽ എഴുതിയിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ പേജ് നമ്പർ കുറിച്ച് വെക്കും. ഓരോ വിഷയം തന്നെ അടുപ്പിച്ച് കൊടുക്കാൻ നോക്കും. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരിക്കലും ആവശ്യം വരുമ്പോൾ എപ്രാസ്യാൻ ഇങ്ങനെ കിടപ്പുണ്ടല്ലോ എവിടെയാണ് അപ്പം നമുക്ക് നമ്മുടെ ഈ പേഴ്സണൽ ഇൻഡെക്സിലേക്ക് വന്ന് നോക്കി വെച്ചിട്ട് നമുക്കത് കൃത്യമായിട്ട് പെറുക്കിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മളെടുത്ത് ഇതൊരു വലിയ ഒരു വചനത്തിൽ വേരൂന്നി വളരുക എന്ന് പറഞ്ഞ പോലെ ഈ വിശുദ്ധരുടെ ആത്മീയ അനുഭവങ്ങളിലേക്ക് നമുക്കും ഇങ്ങനെ വേരൂന്നി ഇറക്കിയെടുത്ത് വളരാൻ പറ്റണം. പിന്നെ അതിപ്പോൾ മനസ്സിൽ വന്നിട്ടാണ് ഈ എബ്രാസ്യാമ്മയുടെ മുറിയിൽ എബ്രാസ്യാമ്മ രോഗിണിയായിരുന്നു, അവശതയിൽ കിടക്കുന്നു, പലപ്പോഴും ശുശ്രൂഷിക്കാൻ ആൾക്കാർ സഹോദരന്മാർ പലപ്പോഴും എത്തിയിരുന്നില്ല. അപ്പോൾ പല അവസരങ്ങളിൽ പരിശുദ്ധ അമ്മയും ചിലപ്പോൾ ഈശോയും ആ മുറിയിലെത്തി എബ്രാസ്യാമ്മയെ ശാരീരികമായിട്ട് തന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആരിയിരുത്തി വീശി കൊടുത്ത് ചൂടുള്ള പാനീയം കോപ്പയിലും മറ്റും വായിൽ ഒഴിച്ച് കുടിപ്പിച്ച് തിരുമ്മിക്കൊടുത്ത് അലോടി കൊടുത്ത് അങ്ങനെയുള്ള ശുശ്രൂഷ അമ്മ ചെയ്യുന്ന അനേക രംഗങ്ങൾ എബ്രാസ്യാമ്മ എഴുതിയിട്ടുണ്ട് കത്തുകളിൽ. അത് എഴുതി വന്നപ്പോൾ അങ്ങനെ കുറച്ചപ്പോൾ വന്നത് എഴുതാത്ത എന്തുമാത്രം അനുഭവങ്ങൾ കാണും. ഇത് നമ്മൾ ഈ 3-ാം പ്രമാണത്തിൻ്റെ വന്നപ്പോൾ പറഞ്ഞില്ലേ, നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് ഒരു വിശുദ്ധ കൂട്ടായ്മയിലേക്കാണ്. ഇത് നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, മറിച്ച് കർത്താവിൻ്റെ വിശുദ്ധ ജനമാണ്, പുരോഹിത ഗണമാണ്. ഹെബ്രായ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 13-12 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ 12-ാം അധ്യായത്തിൽ 22-ാം വാക്യം, നിങ്ങൾ വന്നിരിക്കുന്ന സിയോൻ മലയിലേക്ക് ജീവിക്കുന്ന ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിലേക്കും അസംഖ്യ ദൂതന്മാരുടെ സമൂഹത്തിലേക്കുമാണ് വന്നിരിക്കുന്നത്.
ആദിജാതരുടെ സമൂഹത്തിലേക്കും സഭയിലേക്കും എല്ലാവരുടെ ദൈവമായ ന്യായാധിപന്റെ പക്കലേക്കും പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കും എന്ന് പറഞ്ഞിട്ട് വലിയ കൂട്ടായ്മയുടെ അനുഭവമാണ്. പത്രോസ് അപ്പോസ്തലൻ 1 പത്രോസ് 2:9 പറയുന്നുണ്ട്, നിങ്ങളിനി അന്യരോ പരദേശികളോ അല്ല, പുരോഗത ജനം, വിശുദ്ധ ജനമാണ്. ആ ഒരു അനുഭവം മരിച്ചു കഴിഞ്ഞ് മാത്രം കിട്ടാനുള്ള കാര്യമല്ല, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടാവുന്ന കാര്യമാണ്. നമ്പർ നമ്മുടെ കൂടെയുള്ള അനുഭവം, ഈ സ്വർഗീയ നമ്മളൊപ്പം വരുന്ന അനുഭവം. നമ്മൾ ഫാത്തിമായിലെ കുഞ്ഞുങ്ങളെ പറ്റി കണ്ടപ്പോൾ ജസീന്താക്ക് മരിക്കുന്നതിന് മുമ്പുള്ള നാളുകളിൽ വശത്തെയാകുമ്പോൾ പലപ്പോഴും ആ കൊച്ചിൻ്റെ പക്കലെത്തുമായിരുന്നു. ദൂരെയുള്ള ലിസ്ബൺ നഗരത്തിലെ വലിയൊരു ആശുപത്രി ഒറ്റയ്ക്കാണ് ആ കൊച്ചു മരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ലൂസിയ ഫാത്തിമ ലൂസിയസ് ഓൺ വേർഡ്സ് എന്നുള്ള പുസ്തകത്തിൽ ലൂസിയ പങ്കുവെക്കുന്ന കാര്യങ്ങൾ ഇതല്ല. അപ്പോൾ അവിടെ അമ്മ ആ കൊച്ചിൻ്റെ അടുക്കലെത്തി ശുശ്രൂഷ കൊടുക്കുകയും ആശ്വസിപ്പിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അൽഫോൻസാമ്മയുടെ ഭീകരമായ സഹനത്തിൻ്റെ നടുവിൽ എല്ലാവരും പോയി കഴിയുമ്പം രാത്രി ഈശോ അവരുടെ അടുത്ത് വന്നിരുന്ന് ആശ്വാസവും സ്നേഹം കൊടുത്തവളെ നിറച്ചിരുന്നു. അങ്ങനെ ചെയ്യാതിരിക്കാൻ ഈശോയ്ക്ക് പറ്റുകയല്ല, തമ്പുരാന് പറ്റത്തില്ല. കാരണം എന്താ? തമ്പുരാൻ അമ്മയാണ്, അപ്പനാണ്, വരനാണ്, നാഥനാണ്, മണവാളനാണ്. നമ്മൾ മണവാളനും മണവാട്ടിയും, അപ്പനും മക്കളും, അമ്മയും മക്കളും, ഈ ബന്ധങ്ങളിലൊക്കെ ഈ ഒരു മുകളിൽ നിന്ന് താഴേക്കുള്ള ഒരു ക്രമം അതിനകത്തുണ്ട്. മണവാളിൽ നിന്ന് മണവാട്ടിയിലേക്ക് നമ്മൾ പറയുമ്പം നമുക്കറിയാം, മണവാളം മണവാട്ടി ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ തന്നെയാണ് സ്ഥാനം. എങ്കിൽ പോലും മണവാളൻ ഭർത്താവ് ശിരസ്സാണ് ഭാര്യയുടെ. അങ്ങനെ ഒരു ഉയർന്ന സ്ഥാനം മണവാളന് വചനത്തിൽ കാണുന്നുണ്ട്. അപ്പം ദൈവം എപ്പോഴും നമുക്കറിയാം ഉറവിടമാണ്. അതുകൊണ്ട് ഈ ബന്ധങ്ങളിലൊക്കെ ദൈവം നമ്മുടെ മണവാളൻ, നമ്മളെ പേര് കണ്ടു കഴിഞ്ഞു, അമ്മ. ഈ ഒരു അനുഭവം ഇത് വചനത്തിൽ ആഴപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്, വേരൂന്നി നിൽക്കുന്ന കാര്യമാണ്, ഈ വിശുദ്ധർ അനുഭവിച്ച കാര്യമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അനുഭവമായിട്ട് വരണം. മണവാളൻ മണവാട്ടി ബന്ധം. നമ്മൾ ഈശോ വിവാഹമോചനത്തെക്കുറിച്ച് ആൾക്കാർ വന്ന് ചോദിക്കുമ്പം ഈശോ പറയല്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത് എന്ന് പറഞ്ഞുള്ള പ്രബോധനം ഈശോ നൽകുന്നത് മത്തായി 19 നമ്മൾ കാണുന്നുണ്ട്. അവർ ഒറ്റ ശരീരമായിരിക്കും, രണ്ടല്ല ഇനി ഒന്നാണ് എന്ന് പറയുകയാണ്. ഈ രണ്ടല്ല ഒന്നാണെന്ന് പറയുമ്പം അങ്ങനെ ഒരു ബന്ധം ഈ ഭൂമിയിൽ വേറെ ഒരു ഇത് പറഞ്ഞാൽ ഇല്ല തന്നെ. സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ അവിടെയുള്ള ഏറ്റവും അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന ബന്ധം ത്രിത്വിക ദൈവം, 3 വ്യക്തികൾ ഒരു ദൈവം. അതിൻ്റെ ഒരു പതിപ്പ് തന്നെയാണ് ഭൂമിയിലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. എന്തോ ഒരു ആഴപ്പെട്ട ഒരു കൂട്ടായ്മയുടെ അനുഭവമാണ്. നമുക്കെല്ലാവർക്കും ഏറ്റവും കരുത്ത് പകരുന്ന അനുഭവം സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെ അനുഭവം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുള്ളതാണ്, ഒറ്റയ്ക്കായി പോയി എനിക്കാരുമില്ല എന്നുള്ള ഒരു ചിന്ത തലയ്ക്കകത്ത് കയറുക എന്ന് പറയുന്നതാണ് ഏറ്റവും നരകത്തിൻ്റെ അവസ്ഥ. നരകമെന്ന് പറയുന്നത് ആരുമില്ലാത്ത അവസ്ഥയാണ്. വെറുപ്പ്, അകൽച്ച നരകത്തിൻ്റെ മുഖമുദ്രയാണ്. ഒരിക്കൽ പറഞ്ഞില്ലേ, നമ്മുടെ ശാലോൺ ടി.വിയിൽ പ്രാസ്യാമ്മയുടെ ആ ഒരു സീരിയൽ പോലെയുള്ള ജീവചരിത്ര ചിത്രീകരണത്തിനകത്ത് ഈ പിശാചുക്കൾ ഇങ്ങനെ, പിശാച് ലൂസിഫറും ഭാര്യയും കൂടെ തോളി കൈയിട്ട് കൂട്ടും കൂടി മൈ ഡാർലിംഗ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു രംഗം അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറയുന്നുണ്ട്, അങ്ങനത്തെ ഒരു അവസ്ഥ നരകത്തിനില്ല. കാരണം അവർക്ക് ബന്ധം എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അകൽച്ച, വെറുപ്പ്, ഒറ്റപ്പെടൽ, ഇതാണ് നരകത്തിൻ്റെ മുഖമുദ്ര. അപ്പോൾ നരകത്തെ നരകമാക്കുന്ന ബന്ധമില്ലായ്മയാണ്, അടുപ്പമില്ലായ്മയാണ്. അവർക്ക് സ്നേഹിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് പിശാച ബാധിതനായ ലഘുവിനെ ബാധിച്ചവൻ മർക്കോസ് 5 നമ്മൾ കാണുന്നത് ഒറ്റയ്ക്ക് വീട്ടിലല്ല താമസിച്ചിരുന്നത്, മലയിൽ അലറി വിളിച്ച് സ്വയം മുറിപ്പെടുത്തി, വസ്ത്രം ധരിക്കുക, തന്നോട് തന്നെ വെറുപ്പ്, എല്ലാവരും ഉപദ്രവിക്കാൻ നോക്കുന്നു, ഒറ്റയ്ക്ക് എന്താ ശവക്കല്ലറയെ പോയി കിടക്കുകയാണ്. മരിച്ചവനെ പോലെയാണ്, മരിച്ച വ്യക്തി ഒറ്റയ്ക്ക് കിടക്കുന്നത്, ശവം മത്സരം കിടക്കുന്നത്. അങ്ങനത്തെ ഒരു അനുഭവത്തിലേക്കാണ് പിശാചുക്കൾ അവനെ കൊണ്ടുപോയത്. ജീവിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അവന് ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അപ്പനും അമ്മയുണ്ട് വീട്ടുനാട്ടിൽ. പക്ഷെ അവിടെ പോകാൻ പറ്റുന്നില്ല. അവൻ ഒറ്റയ്ക്കാണ്, അവൻ ആരുമില്ല. അത് പിശാചിന് പരുത്തി വെച്ച അവസ്ഥയാണ്. അതവൻ ആശ്വാസമല്ല, സന്തോഷമല്ല. അതുകൊണ്ട് അവൻ അലറി വിളിക്കുന്നത്, നിലവിളിക്കുന്നത്. യശുദ്ധാത്മാക്കളുള്ള വ്യക്തികൾ ഈശ്വരമക്കൾ നിലവിളിക്കുന്നതിൻ്റെ കാരണം അശുദ്ധാത്മാവ് ഈശ്വര സാന്നിധ്യത്തിൽ അനുഭവിക്കുന്ന അസ്വസ്ഥത ഒരു വശത്ത്, മറുവശത്ത് അശുദ്ധാത്മാവിന് കീഴിൽപ്പെട്ട ഈ വ്യക്തിയുടെ ആത്മാവ് സഹായത്തിന് വേണ്ടി വിളിക്കുന്നതും കൂടിയാണ്. അങ്ങനെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അശുദ്ധാത്മാവ് വായിച്ച ഗദറായിലെ പിശാചബാധയിൽ ഈശോ എന്ന് വെള്ളം ഇറങ്ങിയപ്പോഴും ഓടി വന്ന് കാൽക്കൽ വീണു. കാരണം ഈശോ പിശാചുക്കളെ ശാസിച്ചിരുന്നു വെള്ളത്തിൽ വെച്ച് തന്നെ. അത് മർക്കോസ് 5, മർക്കോസ് 4 അവസരം കാണുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ
ആരുമില്ലാത്ത അവസ്ഥയിൽ പോകുന്നത് ഇത് ശക്തമായ അനുഭവമാണ്. ഇത് നരകമാണ്. നമ്മൾ ചിലപ്പോൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വെറുപ്പ് കയറ്റിയിട്ട് അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ കയറിയിട്ട് എനിക്കാരുമില്ല എന്നൊരു ചിന്ത നമ്മുടെ തലയ്ക്കകത്ത് പൊങ്ങി വരാറുണ്ട്. അങ്ങനെയുള്ള ഒരു ചിന്ത നമ്മൾ ആരുടെയും തലയ്ക്കകത്ത് കയറാൻ അനുവദിക്കരുത്. ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ നമ്മളെ ഉപദ്രവിക്കുന്നതായിട്ടോ കുറ്റപ്പെടുന്നതായിട്ടോ ഉപേക്ഷിച്ചിരിക്കുന്നതായിട്ടോ വെറുക്കുന്നതായിട്ടോ സംസാരം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒക്കെ നമുക്ക് തോന്നിയാൽ പോലും അതിനെ നമ്മൾ എടുക്കണ്ട. ആ അവസ്ഥയിലേക്ക് പോയിട്ട് നമ്മൾ ഒറ്റപ്പെട്ട വ്യക്തിയായിട്ട് ഉപേക്ഷിക്കുന്ന വിധത്തിൽ പോകണ്ട. അതൊരു നാരകീയ അവസ്ഥയാണ്. അവിടെ പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് യേശയ്യാ 49 നമ്മൾ കാണുന്നുണ്ട്. തമ്പുരാൻ പറയുകയാണ്, ഭൂമിയിൽ ദൈവം നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്വാഭാവികമായ ബന്ധങ്ങൾ, അപ്പൻ, അമ്മ, ഭർത്താവ്, സഹോദരങ്ങൾ, ആരുമായിക്കോട്ടെ, ഈ ബന്ധത്തിലൂടെ എല്ലാം ഈ ദൈവികമായ അനുഭവമാണ് നമ്മളിലേക്ക് വരേണ്ടത്. അത് പക്ഷേ കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ അത് വ്യക്തികളുടെ കുറവ് പോരായ്മയും കൊണ്ടാണ്. ആ കുറവ് പോരായ്മയും സാത്താൻ്റെ കെണി വഴി, വീഴ്ച വഴി, ഉത്ഭവത്തിൻ്റെ സ്വാധീനം വഴി വന്നുപോയ അവസ്ഥയാണ്. അതുകൊണ്ട് ആ അവസ്ഥയെ നിങ്ങൾ ഞെരുങ്ങുമ്പോൾ അതിനപ്പുറത്തേക്ക് നിങ്ങൾ എൻ്റെ പക്കലേക്ക് വരണം എന്ന് ഈശോ പറയണം. അതിനോട് പറയുകയാണ്. അതാ ഇവിടെ പറയുന്നത്, ഞാൻ നിങ്ങളെ കൊണ്ടുപോയി ഒരു അമ്മയെപ്പോലെ ലാളിക്കും, പാലൂട്ടും, താലോലിക്കും, ആശ്വസിപ്പിക്കും. അങ്ങനെ ഹോസേയ 2 നമ്മൾ കാണുന്നു, ഞാൻ അവളെ വശീകരിച്ച് വിജനസ്ഥലത്ത് കൊണ്ടുപോയി ഹൃദ്യമായി സംസാരിക്കും. അങ്ങനത്തെ ഒരു അനുഭവം നമ്മൾ പിന്നെ കണ്ടു. കഴിഞ്ഞ സെഷൻ കാണുകയുണ്ടായി. വെളിപാടിൻ്റെ 19, 21, 22 അധ്യായങ്ങളിൽ കുഞ്ഞാടിൻ്റെ മണവാട്ടി അണിഞ്ഞൊരുങ്ങിയ വധുവിനെ പോലെ സമാലങ്കൃതയായിട്ട് ഇറങ്ങി വരുന്നു. അങ്ങനെ ആനന്ദം നിറഞ്ഞ് കുഞ്ഞാടിനോടൊപ്പം വിവാഹ വിരുന്ന് മണവറയെ പ്രവേശിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ പറയുന്നില്ലേ, മണവാട്ടി ഉള്ളവനാണ് മണവാളൻ, യോഹന്നാൻ 3. അപ്പോൾ ഈശോയെ മണവാളയുടെ സ്ഥാപനം അവതരിപ്പിക്കുകയാണ്. ഈ മണവാട്ടി ആരാണ്? ഈശോയുടെ ജനമാണ്. ആ പശ്ചാത്തലം ഓർമ്മിക്കുന്നുണ്ടല്ലോ. ജനങ്ങളെല്ലാം കൂടെ ഈശോയുടെ പക്കലേക്ക് പോകുന്നു. സ്നാപകന്റെ പക്കലേക്ക് ആരും വരുന്നില്ല എന്നൊരു പരാതി, സ്നാപകന്റെ ശിഷ്യന്മാർക്കുണ്ടായ അസൂയ. അപ്പോൾ അവർ വന്ന് ഗുരുവിൻ്റെ പക്കൽ പരാതി പറഞ്ഞ് എല്ലാവരും അങ്ങോട്ട് പോകുന്നു അവൻ്റെ പക്കലേക്ക്, ഈശ്വര പക്കലേക്ക്. ഈശ്വര നീ എൻ്റെ മാംസം പൊക്കിയത്, എന്നിട്ട് അവൻ നിന്നെക്കാളും വലുതായി പോകുന്നുണ്ടല്ലോ, അവനെ ഒന്നും തരുത്ത്, നിന്റെ പറയാൻ വരാൻ പറ, തിരിച്ചിട്ട് നടക്കാൻ പറ എന്നൊക്കെ ആയിരിക്കും ഈ അപസ്വരം ശിഷ്യന്മാരെ സ്നാപകന്റെ ഉദ്ദേശിച്ചത്. പക്ഷേ സ്നാപകൻ പറഞ്ഞു അങ്ങനെയല്ല, അവന് വളരണം, ഞാൻ കുറയണം. കാരണം പറയണം, മണവാട്ടി ഉള്ളവനാ മണവാളൻ. മണവാട്ടി ഇവിടെ ദൈവജനമാണ്, മണവാളൻ ദൈവമാണ്, ആ ദൈവത്തിൻ്റെ പുത്രനാണ് ഇത് മിശിഹ. അതുകൊണ്ട് അവിടുത്തെ പക്കലേക്ക് ജനമെല്ലാം ചെല്ലേണ്ടത്, അങ്ങോട്ട് വഴിയൊരുക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ ദൈവത്തെങ്കിലേക്ക് അടുത്ത് വരണം. ആ മണവാളനും മണവാട്ടി അവർ ഒരുമിച്ച് അകത്ത് മണവറെ പ്രവേശിക്കണം. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് മണവാളിൻ്റെ സ്നേഹം സന്തോഷിക്കും. അകത്ത് മണവാളിനും മണവാട്ടി ഒരുമിച്ചായിരിക്കുമ്പോൾ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ മണവറെ പ്രവേശിക്കുന്ന അവസരമാണ് നമ്മുടെ നിത്യത, സ്വർഗം. അതാണ് വെളിപാട് അവസാന അധ്യായങ്ങൾ നമ്മൾ കാണുന്നത്. മണവാട്ടി കുഞ്ഞാടിൻ്റെ മണവാട്ടിയായിട്ട് സൗമുഴുവൻ നമ്മൾ ദൈവത്തോടൊപ്പം ചേരുന്നു. അപ്പോൾ ഇത്രയോ തീവ്രമായ, തീഷ്ണമായ, ആഴപ്പെട്ട ഒരു ഒന്നാകലിൻ്റെ അനുഭവമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പുരുഷനെ സ്ത്രീയുമായിട്ട് സൃഷ്ടിച്ചു. അതിനുമുമ്പ് തമ്പുരാൻ പറയുന്നുണ്ട്, പുരുഷനെ സൃഷ്ടിച്ചു പറഞ്ഞു ഏകനായിരിക്കും എന്നല്ല, അതുകൊണ്ട് സ്ത്രീയെ കൂടെ. ഇവിടെ സ്ത്രീ പുരുഷൻ എന്നുള്ളത് അങ്ങനെ പുരുഷൻ ഏകനായിരിക്കുന്ന എന്നല്ലാത്തത് കൊണ്ട് സ്ത്രീയെ സൃഷ്ടിച്ചു. അവിടെ സ്ത്രീ പുരുഷന് വേണ്ടിയിട്ടാണെന്നൊരു വ്യാഖ്യാനമൊക്കെ പരസ്പരം പറയുന്നുണ്ട്. ഇപ്പോഴും നമുക്കറിയാം സ്ത്രീ പുരുഷ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞ സെഷനിലും. അത് തമ്പുരാന് ചില ഈ ശാരീരികമായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി, ചുമതലക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറം നിത്യതയിലേക്ക് സ്ത്രീയാണ് പുരുഷനാണെന്നൊരു വ്യത്യാസം ഇല്ല. നമ്മൾ നന്നായിട്ട് അറിയണം. ഞാൻ ഒരിക്കലും ഇവിടെ ദൈവമനുഷ്യനെ സ്നേഹിത എന്ന പുസ്തക പരമ്പരയിലെ അവസാനത്തെ ഓളിയത്തിനകത്ത് ഉദ്ധനായ ഈശോ അപ്പസ്വലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ചിരിക്കുമ്പോൾ അപ്പസ്വലന്മാർ സങ്കടം പറയുന്നത് ഞാൻ എടുത്ത് സൂചിപ്പിച്ച് ഓർമ്മിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഈ ഈശോ ഉത്ഥാനത്തിന് ശേഷം ആദ്യം മദ്ദലേന മരത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഉയർപ്പ് ദിവസം ഞായറാഴ്ച അതിരാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ മറിയം എന്നാണ് മറ്റപ്പസ്വലന്മാരുടെ കാര്യം പറയുന്നത്. പക്ഷെ അവർ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കാത്ത അവസ്ഥയെ കലക്കത്തിലൊക്കെ ആയിട്ട് ഇവർ ദിവസം മുഴുവൻ ഇരിക്കുകയാണ്. രാവിലെ വെളുപ്പിനെ നേരം വെളുക്കുന്നതിന് മുമ്പേ മറിയുമ്പോൾ തന്നെ അപ്പോൾ ഈശോ കണ്ടിട്ട് വന്നു. സന്തോഷം, ആവേശം എല്ലാം മേരിക്കുണ്ട്. പക്ഷെ അപ്പസ്വലന്മാർ കലക്കത്തിലാണ്. അവരോട് പോയി നോക്കിയിട്ട് ശരീരം കാണുന്ന ശൂന്യമായ കല്ലറ. അതിൻ്റെ ബാക്കിയാണ് ഇവൻ്റെ 2 പേര് എമ്മാവൂസിലേക്ക് പോകുന്നത്, ക്ലയോപ്പസും കൂട്ടുകാരനും. ബാക്കി ഇവിടെ ഇരിക്കുന്നവർ കലങ്ങിയിരിക്കുകയാണ്, ഒരു വ്യക്തതയും വരുന്നില്ല. പക്ഷേ മേരിയം അത്രയും നല്ല പുഞ്ചിരിയോടെ ശാന്തമായിട്ട് നടക്കുകയാണ്. അതിലെല്ലാം ഇവർക്ക് ഭക്ഷണം എടുത്ത് കൊടുത്തും പ്രാർത്ഥിച്ചും ഇങ്ങനെ ശാന്തമായി നടക്കുകയാണ്. നമുക്ക് നല്ല വ്യക്തത ഉറപ്പായി ഈശോ ജീവിച്ചിരിക്കുന്നു, ഉയർത്തെഴുന്നേറ്റും.
അത് കഴിഞ്ഞ് രാത്രി ആയപ്പോഴാണ് കഥ അടച്ചിരിക്കുമ്പോൾ സന്ധ്യാസമയത്താണ് ഈശോ ഇവർക്ക് പ്രത്യക്ഷപ്പെടുന്നത്, അപ്പസ്തലന്മാർക്ക്. അതെല്ലാം അതിൻ്റെ ഒരു ഞെടുക്കം എല്ലാം കഴിഞ്ഞിട്ട് ഒരുപക്ഷെ 1-2 ദിവസങ്ങളോ ആഴ്ചകളോ കഴിഞ്ഞ് ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ ആയിരിക്കാം ഈ വാഴ്ത്തോർത്ത ഒരു ദർശനം പറയുന്നുണ്ട്. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ട് ഞാനിത് പറഞ്ഞത്. ഈ അപ്പസ്തലന്മാർ പറയും, കർത്താവ് എന്നാലും നീ ഒരു കാര്യം ചെയ്ത് ശരിയായില്ല, കാരണം ഞങ്ങൾ നിൻ്റെ അപ്പസ്തലന്മാരാണ്, പക്ഷെ നീ ഉത്ഥാനം ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ആദ്യം പ്രത്യക്ഷപ്പെടുന്നതിന് പകരം മറിയം മഗ്ദലേനയ്ക്കല്ല പ്രത്യക്ഷപ്പെട്ടത്. അവൾ വന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്, ഞങ്ങൾക്ക് ഉറപ്പായുമില്ല, ഞങ്ങൾ എന്തിനും ജനിക്കുന്നറിയാവോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സങ്കടം വരുമ്പോൾ ഈശോ നല്ല ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് സ്നേഹത്തോടു കൂടെ. കാരണം ഇവരെല്ലാം ഇട്ടിട്ട് പോയി. ഈശോ പറയും, എനിക്ക് കുറേ അപ്പസ്തലന്മാർ നിങ്ങളുണ്ടായിരുന്നു, ഞാൻ എൻ്റെ സ്വന്തമായിട്ട് കരുതി എപ്പോഴും കൂടെ കൊണ്ടുകൊടുത്ത് എല്ലാം കൊടുത്തു പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് ഒപ്പം നിർത്തി. പക്ഷേ എൻ്റെ സഹനത്തിൻ്റെ നിമിഷം വന്നപ്പോൾ എത്ര പേരുടെ കൂടെ ഉണ്ടായിരുന്നു? ഒരാൾ എന്നെ ഒറ്റപ്പെടുത്തു പോയി തൂമിച്ചെത്തു, ഒരാൾ തള്ളി പറഞ്ഞിട്ട് പോയി, അങ്ങനെ പിന്നെ ബാക്കി എല്ലാവരും ഇട്ടിട്ട് പോയി. ഒരാൾ മാത്രം, ചെറുപ്പക്കാരൻ മാത്രം കുരിശിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ കുറേ എന്ന് പറഞ്ഞ് പല കോട്ടയെ പറ്റി പതിന് പറയുകയാണ്, കുറേ സ്ത്രീകളുണ്ടായിരുന്നു, അബലകൾ, ഒരു കരുത്തുമില്ലാത്തതിന് അവർക്ക് കൊടുത്ത ഡ്യൂട്ടി ഒന്നും കൊടുത്തുമില്ല. എങ്കിലും അവർ എൻ്റെ കൂടെ നടന്ന് എനിക്ക് ഭക്ഷണവും വസ്ത്രവും അനക്കി തരികയും പണം കൊണ്ട് സഹായിക്കുകയൊക്കെ ചെയ്തിരുന്നു. എൻ്റെ സമയം വന്നപ്പോൾ ഈ പ്രബലന്മാരായ നിങ്ങളും മറ്റാൾക്കാരെല്ലാം ഇട്ടിട്ട് പോയി. ഈ സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് എൻ്റെ കുരിശിൻ്റെ വഴിയെ പുറകെ ഉണ്ടായിരുന്നു. വഴി വെച്ച് അവർ പൊട്ടിക്കരഞ്ഞു. ഞാൻ അവരെ ആശ്വസിപ്പിച്ചു. കുരിശിൻ്റെ വഴിയിൽ കുരിശിൻ്റെ ചുവട്ടിൽ അവർ കരഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. കളറെങ്കിലും വന്നു. എന്നിട്ട് നിങ്ങളെന്ന് പറഞ്ഞ് ഞാൻ ആർക്കാദ്യം പ്രത്യക്ഷപ്പെടേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ് ഈശോ പറയുന്നത് മനോഹരമായ രംഗം. അപ്പോൾ അപ്പസ്തലന്മാർ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഈശോ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് 2 അഹങ്കാരങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ അപ്പസ്തലന്മാരാന്നുള്ള അഹങ്കാരം, ഒരു ഉപകാരവും ഇല്ല. 2, നിങ്ങൾ പുരുഷന്മാരാന്നുള്ള അഹങ്കാരം, ഒരു ഉപകാരവും ഇല്ല. തമ്പുരാനെ സ്നേഹിച്ച് വചനം പാലിച്ച് എന്നെ അറിയുന്നവരായിക്ക്, അതിലാണ് നിങ്ങളുടെ കരുത്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനത്തെ വിലകെട്ട അഹങ്കാരമൊന്നും തനിക്കത് കയറ്റി വെക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ശക്തമായൊരു തിരുത്തൽ കൊടുക്കുന്നത് കാണുന്നത് മനോഹരമായിരിക്കുന്നത്. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് വേരൂന്ന് നിൽക്കുന്ന ഒരു പ്രബോധനമാണ് മരിവാഴ്ത്തോർത്ത് കണ്ടെഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീ പുരുഷ വ്യത്യാസത്തെ പറ്റിയൊക്കെ പറയുമ്പം ആദ്യം ആദത്തെ സൃഷ്ടിച്ചു. ഒരാളെ സൃഷ്ടിക്കണം ആരെങ്കിലും ആദ്യം, അല്ലേ? അത് പുരുഷനെയാണ് എന്ന് നമ്മൾ കാണുന്നു. അതിനങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത് അത് നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം. അത് പുരുഷൻ സ്ത്രീ രണ്ടാമതായത് കൊണ്ടല്ല, പുരുഷനും സ്ത്രീയും തുല്യരാണ്. അതുകൊണ്ടാണ് വാരിയെല്ല് കൊണ്ട് സ്ത്രീയെ ഉണ്ടാക്കിയെന്ന് വചനം പറയുന്നത്. തലയിലെ എല്ല് കൊണ്ടല്ല, പുരുഷനെക്കാളും മുകളിലല്ല, കാലയിലെ എല്ല് കൊണ്ടല്ല, പുരുഷൻ്റെ കീഴെയല്ല. വാരിയെല്ലെന്ന് പറയുമ്പോൾ ഒപ്പത്തിനൊപ്പമാണ് നിർത്തിയിരിക്കുന്നത് എന്നതിൻ്റെ സൂചന എന്ന് പിതാക്കന്മാർ വ്യാഖ്യാനിക്കാറുണ്ട്. ഏകനായിരിക്കുന്ന അന്നല്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്. ഒരുമിച്ചായിരിക്കേണ്ടവരാ മനുഷ്യർ, ഒരുമിച്ചായിരിക്കണം. സ്ത്രീയും ഏകയായിരിക്കുന്ന നന്നല്ല, പുരുഷനും ഏകനായിരിക്കുന്ന അന്നല്ല. ഒരുമിച്ച് വരണം. മനുഷ്യർ ഒരിക്കലും ഒറ്റയ്ക്ക് കഴിയേണ്ടവരല്ല, ഒരുമിച്ച് കൂട്ടായ്മയിലായിരിക്കേണ്ടവരാണ്. കൂട്ടായ്മയിലാണ് മനുഷ്യൻ അവൻ്റെ അസ്തിത്വത്തിൻ്റെ നിറവും തെക്കവും എടുക്കുന്നത്. അവിടെ ഈശോ സഭയെ സ്ഥാപിച്ചപ്പോൾ അപ്പസ്തലന്മാരുടെ സംഘത്തെയാണ് അതിനുവേണ്ടി ആദ്യം വിളിച്ചു കൂട്ടുന്നത്, നിയോഗിക്കുന്നത്. പിന്നെയും ജനത്തെ സമൂഹത്തോട് ചേർത്തു. 3000 പേര്, പിന്നെ 5000 പേര്, ഞാൻ കൂടിക്കൊണ്ടേയിരുന്നു. ഒത്തിരി എണ്ണം വർദ്ധിപ്പിച്ച് പല സ്ഥലങ്ങളിലേക്ക് കഴിയുമ്പോൾ ഓരോ സ്ഥലത്തുമുള്ള ഒരുമിച്ച് കൂടി, ഭവനങ്ങൾ തോറും ഒരുമിച്ച് കൂടി അവർ പ്രാർത്ഥന, ഉപവാസം, പ്രാർത്ഥന എന്നതാ അപ്പസ്തലന്മാരുടെ പ്രബോധനം, വചനം, അപ്പം മുറിക്കൽ, അങ്ങനത്തെ കാര്യങ്ങൾ വ്യാപരിച്ചു. കൂട്ടായ്മയിലാണ് ഈ ഒരു അവസ്ഥ വരുന്നത്. എന്തുകൊണ്ടെന്നറിയാമോ? നമ്മുടെ എല്ലാമായ സൃഷ്ടാവായ ദൈവം ഒരു കൂട്ടായ്മയാണെന്നുള്ളതാണ്. കൂട്ടായ്മയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധൻ, 3 വ്യക്തികളും. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ഛായയെ സദസ്യം സൃഷ്ടിക്കപ്പെട്ട നമ്മളും കൂട്ടായ്മയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഈ ഒരു 1-ാം കൽപ്പലകയെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മയുടെ അനുഭവം ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ എടുക്കണം, നമ്മളതിൽ ആഴപ്പെട്ട് വരണം. അത് തമ്പുരാനുമായുള്ള ബന്ധം നമുക്ക് അനുഭവമാകണം. അപ്പോൾ നമ്മുടെ പരസ്പര ബന്ധങ്ങളിൽ ഈ അനുഭവം നമ്മൾ എന്തുമാത്രം എടുക്കുന്നുണ്ട്, എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യങ്ങളെപ്പറ്റി പരാമർശിക്കുന്നതാണ് 2-ാം കൽപ്പലകയിലെ 7 കാര്യങ്ങൾ, 7 കൽപ്പനകൾ. അവിടെ പറയുന്നത് ഈ തമ്പുരാനുമായി നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന ബന്ധം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ബന്ധത്തിലേക്ക് നമുക്ക് തന്നെ ചേർന്ന് വരാനും ചുറ്റുമുള്ളവരെ ചേർത്ത് നിർത്താൻ എങ്ങനെ സാധിക്കണം, അതാണ് 2-ാം കൽപ്പലകയിലെ അനുശാസനങ്ങളുടെ വിഷയം. ഇതാണ് ബന്ധം കിടക്കുന്നത്. അവിടെ നമ്മൾ 1-ാം കൽപ്പലക കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട ഈ ബന്ധത്തിൻ്റെ മോഡൽ എവിടെയാണ്? ആ ദൈവത്തിലാണ് കാണുന്നത്.
പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായി ത്രിത്വക ദൈവത്തിന്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ആന്തരിക ജീവിതത്തിലേക്ക് നോക്കിയെങ്കിലേ അത് നമുക്ക് നോക്കി കാണാൻ പറ്റിയല്ല. നമുക്ക് സൂര്യനിലേക്ക് നോക്കാൻ പറ്റിയല്ല, ദൈവത്തെങ്കിലേക്ക് ഒത്തുകൂടെ നോക്കാൻ പറ്റിയല്ല. പിന്നെ എങ്ങനെ നമ്മൾ അറിയുന്നു? ഈശോ തൻ്റെ ജീവിതം വഴി, പ്രബോധനം വഴി വെളിപ്പെടുത്തിയ കാര്യങ്ങൾ, അതിൽ നമുക്ക് കിട്ടിയ കാര്യങ്ങൾ. ഇത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് വേണം തമ്പുരാൻ നമുക്ക് ദൈവവുമായിട്ടും ചുറ്റുമുള്ളവരുമായിട്ടും വെച്ചിരിക്കുന്ന ബന്ധത്തിൻ്റെ നിലവാരം, സ്വഭാവം എന്താണെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. അതിലേക്ക് വരാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്, അതാണ് 2-ാം കൽപ്പലകയിലെ 7 പ്രമാണങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ 1-ാം കൽപ്പലകയെക്കുറിച്ച് ഇതുപോലെ നമ്മൾ ചിന്തിക്കാനിട വരുന്നത്. ഇവിടെ നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് അടിവരയിട്ട് പറയാനുള്ളത്, ഇവിടെ എത്രയോ ആഴപ്പെട്ട ഒരു ബന്ധത്തിൻ്റെ അനുഭവമാണ് ഈ വചനത്തിനോട് തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്നത്. ദൈവവുമായുള്ള ബന്ധം, ദൈവവും നമ്മളുമായുള്ള ബന്ധം, അപ്പൻ മക്കൾ ബന്ധം, അതിൻ്റെ ആഴം നമ്മൾ നമ്മുടെ വീട്ടിലെ അപ്പനും അമ്മയും നമ്മുടെ നാട്ടിലുള്ള അപ്പന്മാരെ മക്കളും നോക്കിയാൽ മനസ്സിലാവുകയല്ല. ഈശോ അനുഭവിച്ച അബ്ബ അനുഭവം അതിലേക്ക് നോക്കണം. ഈശോ അനുഭവിച്ച അബ്ബ അനുഭവം അതിലേക്ക് നോക്കിയിട്ട് ഒപ്പിയെടുക്കാൻ പറ്റുമോ നോക്കണം. അത് സാധിക്കുന്നില്ല എങ്കിൽ ഒരമ്മ അനുഭവം. നമ്മൾ ബൈബിളിൽ ഒത്തിരി അമ്മ എന്ന് പറഞ്ഞ് ദൈവത്തെ വിളിക്കുന്നില്ല, പക്ഷെ നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ അമ്മയുടെ സ്നേഹത്തോടുകൂടെ ദൈവം നമ്മളെ പരിപാലിക്കുകയും നയിക്കുകയും പരിപോഷിപ്പിക്കുകയും ലാളിക്കുകയും താലോലിക്കുന്നതിന് നമ്മൾ അത്യാവശ്യം കാര്യങ്ങളുണ്ട്. പിന്നെ സഭയുടെ പ്രബോധന ഭംഗിയായിട്ട് കാണുന്നുണ്ട്, നമുക്കറിയാം. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അമ്മ വഴി കിട്ടിയ സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ, ഓർമ്മകൾ, പരിപാലനം, അമ്മയുടെ ഒരിക്കലും മടുക്കാത്ത സ്നേഹം, ഏത് വൃത്തികേട് പോരായ്മ കാണിച്ചാൽ പിന്നെ സ്നേഹിച്ചുകൊണ്ട് പുറകെ വരുന്നത്, അമ്മയെ നമ്മൾ വേദനിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ പോലും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന അമ്മ. ഇതൊക്കെ ഞാൻ പറഞ്ഞു വെച്ച ഒരുപാട് ചില അനുഭവം മനസ്സിൽ വരുന്നു. കുടിയും കഴിഞ്ഞ് മൂത്ത മകൻ, ഒരു വീട്ടിൻ്റെ അമ്മയുടെ മൂത്ത മകൻ മാറി താമസിക്കുന്നിടത്ത് തന്നെ കുടിയും കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം വീട്ടിൽ വന്ന് തറവാട്ട് വീട്ടിൽ വന്ന് കയറിയിട്ട് അപ്പം മരിച്ചുപോയി. ഈ വിധവയായ അമ്മയും അതിൻ്റെ ഇളയത്തങ്ങൾ ആ വീട്ടിലുണ്ട്. അവരെ എല്ലാം ഈ കുടിച്ച് മനുഷ്യൻ വന്ന് അലമ്പ് ഉപദ്രവിച്ച് വാക്കത്തി എടുത്തുകൊണ്ട് വിറക് വെട്ടാനൊക്കെ അലറി വിളിച്ചിങ്ങനെ ഓടിച്ച് പല രാത്രി ആ അമ്മ ഈ വീടിന് പുറത്തുള്ള കൊക്കത്തോട്ടമുണ്ട്, അതിനകത്ത് അങ്ങനെ പോയി ഒളിച്ചിരിക്കും. അങ്ങനെ ഒരു നീക്ക് സംഹാര താണ്ഡവം ആടിയിട്ടാണ് ഈ മനുഷ്യൻ അപ്പുറത്തെ സ്വന്തം വീട്ടിൽ പോയി അവിടെ ബഹളം കഴിഞ്ഞ് കിടന്നുറങ്ങുന്നത്. അങ്ങനെ പോയി കുടിച്ചു പോയി. ഒരു ദിവസം ഇവന് ഭയങ്കര അലമ്പുണ്ടായെന്ന് കേട്ട് ഈ ഇളയാൾ വീട്ടിൽ പള്ളി വന്നപ്പോൾ എൻ്റെ മക്കൾ ഒന്ന് വെച്ചാൽ ഇന്നലെ ആദ്യം ഭയങ്കര ബഹളമായിരുന്നു. ഞങ്ങൾ കൊക്കത്തോട്ടത്ത് നേരം വിളക്കുന്നവർ അങ്ങനെയായിരുന്നു. മാത്രമല്ല ചേട്ടായി അവിടെ പോയി ഉരുണ്ട് വീട് എല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളാരും കൂടി പോയില്ല, എന്നെ സംഭവിച്ച് അറിയത്തില്ല. അപ്പോൾ അതിനെ അന്വേഷിക്കാൻ വേണ്ടി ഞാൻ കുറേ വർഷം മുമ്പാണ് ഞാൻ വികാരിയായിരിക്കും ഇടവകയിൽ ഞാൻ അങ്ങോട്ട് ചെന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ കാര്യങ്ങളിലൊക്കെ അമ്മയുടെ അടുത്തിരുന്ന് ഇവിടെ അടുത്ത് കേൾക്കുമ്പം ഇതേ അയൽവക്കത്തെ അപ്പുറത്ത് താമസിക്കുന്ന ഈ മൂത്ത മകന് ഒരു 4 മണി 3 മണി സമയം കാണും. അവന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ വീട്ടിൻ്റെ താഴത്തെ വഴി കൂടെ പോകുന്നത്. അവൻ താഴോട്ട് പോവുകയാണ് ടൗണിലോട്ട്. അവിടെ പെഞ്ഞ് കുടിച്ചിട്ട് കയറി വരാൻ വേണ്ടി അവസരം പരിപാടി. അന്ന് മൃഗങ്ങൾ ഉറക്കം വരുന്നിരിക്കും. അപ്പോൾ അത് പോകുന്നത് കാണും. പിള്ളേർ പറഞ്ഞപ്പോൾ എല്ലാവരും മിണ്ടാതിരുന്നിട്ട് എത്തി നോക്കുകയാണ് താഴെ പോകുന്നത്. അപ്പോൾ അമ്മ എത്തി നോക്കിയിട്ട് പറയാം, എൻ്റെ അച്ഛ അവൻ്റെ നെറ്റി ഇവിടെ ഇരിക്കുന്നത് കണ്ടോ, ഇന്നലെ പോയി ഉരുണ്ട് വീണത് മുഴുവൻ മുറിഞ്ഞ് ചതഞ്ഞ് ഇങ്ങനെ കരുവാളിച്ചിരിക്കുക, അതൊന്ന് കഴുകിയിട്ട് പോലും നോക്കിക്കുക അച്ഛ കണ്ടോ എന്ന് പറഞ്ഞ് അമ്മ ഇങ്ങനെ വിഷമം പറയാണ്. അപ്പം ഞാൻ ആശ്ചര്യത്തോടെ ഓർക്കുകയായിരുന്നു, തലേ രാത്രിയിൽ ഈ വാക്കത്തിയായിട്ട് ഈ അമ്മേനെ ഇതുപോലെ ഇട്ടിയ മനുഷ്യൻ ഓടിച്ചതാണ്. എന്നിട്ട് ഈ അമ്മയ്ക്ക് രാവിലെ ഇന്നലെ രാത്രി മുഴുവൻ ഈ കൊക്കത്തോട്ടത്തിനകത്ത് പോയിരുന്നതിൻ്റെ ഓർമ്മയും വിഷമവും അതൊന്നുമല്ല അമ്മയുടെ ഉള്ളിൽ. ഞാൻ ഈ കാര്യം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഈ വേദിയിൽ. ഈ അമ്മയുടെ ഉള്ളിൽ അവൻ്റെ നെറ്റിയിൽ ആ മുറി തൊലി പോയിട്ട് പഴുത്തിരിക്കുന്നു അല്ലെങ്കിൽ കരുവാളിച്ചിരിക്കുന്നു. അതൊന്ന് മരുന്ന് വെച്ച് അത് അമ്മയുടെ ഉള്ളിൽ അവനിപ്പം ഇനി വന്നായിരുന്നെങ്കിൽ അല്ലെ ഓടിച്ചാൽ തോന്നിട്ടോ പേടിയാണ്. അതായത് അത് തൂത്ത് പെറുക്കി കഴുകി വൃത്തിയാക്കി മരുന്ന് തുണി വെച്ച് കെട്ടായിരുന്നല്ലോ എന്ന് അമ്മ ചിന്തിക്കുന്നത്. ഇതിങ്ങനത്തെ ഒരു സ്നേഹം എല്ലാ അമ്മമാർക്കും നമ്മളെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ചില കേസുകളിലൊക്കെ ഇത് ഒത്തിരി മങ്ങിയും മഞ്ഞൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ യെശയ്യായുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 1-ാം അധ്യായത്തിൽ 4-5 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. ഇനിയും നിങ്ങളെ പ്രകരിക്കണമോ, എന്താ നിങ്ങൾ തിരുമേത്തിനെ തുടരുന്നു, നിങ്ങളുടെ ശിരസ് മുഴുവൻ വ്രണമാണ്, ഹൃദയം തളർന്നു പോയിരിക്കുന്നു, ഉള്ളംകാലം മുതൽ ഉച്ചവരെ ക്ഷതമേൽക്കാത്ത ഒരിടവുമില്ല, ചതവുകളും വ്രണങ്ങളും രക്തമൊലിക്കുന്ന മുറിവുകളും മാത്രം, അവയെ കഴുകി വൃത്തിയാക്കുകയോ വെച്ച് കെട്ടുകയോ ആശ്വാസ തൈലപ്പെട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് തമ്പുരാൻ കരയുകയാണ് മക്കളെ നോക്കിക്കൊണ്ട്. ഭൂമിയിലെ ദൈവജനം ഇതുപോലെ പല രീതിയിൽ തിന്മയിലും ഞെരുക്കത്തിലും വെറുപ്പിലും അസ്വസ്ഥത ഏകാന്തം എല്ലാം കഴിയുന്ന ദൈവം വേദനിക്കുക, വിഷമിക്കുകയാണ്. ഇതാണ് അമ്മയിലൂടെയുള്ള സ്നേഹം.
അത് ദൈവത്തിൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്ന അനുഭവമാണ്. യെശയ്യാവ് നമ്മൾ കാണുകയാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ അമ്മയുടെ ഉള്ളിലെ സ്നേഹം അതേപടി തമ്പുരാൻ അപ്പുറത്ത് യെശയ്യാവ് വഴി എത്രയോ നോറ്റണം പങ്കുവച്ചിരിക്കുന്നു. ഇപ്പം ഈ അമ്മയിലുള്ള സ്നേഹം തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ ചെറിയ പ്രതിഫലനം മാത്രമാണ്. നമുക്ക് തമ്പുരാൻ്റെ പക്കലേക്ക് നോക്കുമ്പോൾ ഈ ഒരു അമ്മയുടെ സ്നേഹം നിറഞ്ഞ ദൈവത്തെ അനുഭവിക്കാൻ പറ്റണം, തിരിച്ചറിയാനായിട്ട് പറ്റണം. അതിൽ കയറി വരണം. എങ്കിലും നമ്മൾ ദൈവത്തെ അറിയുന്നവരാവുകയുള്ളൂ. ആദ്യജാതനായ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ അവിടുത്തെ അയച്ച പിതാവിനെയും അറിയുക എന്താണ് നിത്യജീവൻ. ഈ ദൈവത്തെ അറിയുന്നില്ല എങ്കിൽ നമ്മൾ നിത്യജീവൻ പ്രാപിക്കുന്നില്ലെന്ന് അർത്ഥം. ഈ ദൈവത്തെ എങ്ങനെ അറിയുന്നത്? അബ്ബ ആയിട്ട് അറിയണം, അമ്മയായിട്ട് അറിയണം, മണവാളനായിട്ട് അറിയണം. ദാമ്പത്യത്തിൻ്റെ അനുഭവത്തിലൂടെ കയറി കടന്ന് ജീവിതം മുന്നോട്ട് പോകുന്ന സഹോദരങ്ങൾ ഒരുപക്ഷെ ആ ഒരു മാധുര്യവും ലയവും ഒക്കെ ഇപ്പോൾ ഉണ്ടോ, നഷ്ടപ്പെട്ടു പോയെന്നും ചിന്തിക്കുന്നത് നല്ലതാണ്. അത് ദാമ്പത്യ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിലെങ്കിലും എന്തുമാത്രം അടുപ്പം, എന്തുമാത്രം ഒരുമ, പരസ്പര ലയം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരുമിച്ചായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു രസമായിരുന്നു, എന്തോ ഒരു ഹരമായിരുന്നു, എന്തോ ഒരു ഇഷ്ടമായിരുന്നു, ഇത്ര മടുപ്പില്ലാത്ത അനുഭവമായിരുന്നു. മണവാളം മണവാട്ടി ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും. ആ അനുഭവത്തെ ഒന്ന് ഓർമ്മിച്ചിട്ട് തമ്പുരാന്റെ പക്കലേക്ക് ഞാൻ വരുമ്പോൾ ദൈവം എന്നെ അതുപോലെയാണ് ചേർത്ത് പിടിക്കുന്നത്. നിങ്ങളിൽ പുരുഷന്മാർ മണവാളനായിട്ട് അനുഭവം എടുത്തവർ ഓർമ്മിച്ച് നോക്കിക്കുക. മണവാട്ടിയായിട്ട് കിട്ടിയ ഭാര്യയെ ചേർത്ത് പിടിച്ചത് എന്തോ ഒരു സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ് എന്തോ ഒരു ഇഷ്ടവും അടുപ്പവും ലയവുമാണ് പുറത്തേക്ക് ഒഴുകിയത്. അങ്ങനത്തെ ഒരു ഒഴുക്ക് ദൈവത്തിൻ്റെ ഹൃദയത്തെ എൻ്റെ നേർക്ക് ഒഴുകി ഇറങ്ങുന്നുണ്ട്. അത് ഞാൻ സ്വീകരിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ പ്രായം ചെന്നവർ വൈകിട്ട് ആരും ആയിക്കോട്ടെ നമുക്ക് തമ്പുരാന്റെ പക്കം നിൽക്കാനായിട്ട് പറ്റണം. ഒരു മണവാട്ടിയായിട്ട് ഒരു പുരുഷൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചുള്ള വ്യക്തികൾ, ഭാര്യമാരൊക്കെ ആയിരിക്കുന്നവർ, അവരോർമ്മിച്ച് ആ ഭർത്താവിനോട് കിട്ടിയ സ്നേഹം ആദ്യ നാളുകളിലെങ്കിലത്തെ ഓർമ്മിച്ച് നോക്കുകയും ആ സ്നേഹം ഒരു മനുഷ്യൻ്റെ ഇത്രേ ഉള്ളൂ. അതിൻ്റെ എത്രയോ വലിയ നിറവാണ്, സമൃദ്ധിയാണ് ദൈവത്തിൽ നിന്നും. അപ്പം അങ്ങനെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന തമ്പുരാനിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കുക. ഇങ്ങനത്തെ ഒരു അനുഭവമാണ് ദൈവം നമുക്ക് കരുതി വച്ചിരിക്കുന്നത്. ഇവിടെ ദൈവത്തെ അറിയുക എന്ന് പറയുമ്പോൾ സ്നേഹമുള്ളവരെ ഈ ഒരു തലത്തിലൂടെ വഴി നമ്മൾ കയറി വരണം. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ദൈവത്തെ പിതാവേ എന്ന് മാത്രമല്ല അമ്മ, മണവാളൻ, നാഥ എന്നൊക്കെ വിളിക്കുമ്പോൾ, പിന്നെ ഗുരു, യജമാനൻ എന്നൊക്കെ പറയുമ്പം ലോകത്തിലെ യജമാനൻ പോലെ രാജാവ്, ലോകത്തിലേക്ക് കേട്ട രാജാക്കന്മാരെ പോലെ അല്ല. ഈ തരത്തിലൂടെ ഒക്കെ നമുക്ക് ദൈവത്തെ അറിയാനായിട്ട് സാധിക്കണം. ഇപ്പം നമുക്കൊരു നിമിഷം നമ്മുടെ ഉള്ളങ്ങളെ പ്രാർത്ഥനാപൂർവ്വം ദൈവസാന്നിധ്യം ചേർക്കാം. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. തിരുവോസ്തരൂപനായ ദീപികാരുടെ നാഥനായി ഞങ്ങളുടെ പക്കലേക്ക് കടന്നു വരുന്ന ഈശോയെ അങ്ങ് ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് ഹൃദയപൂർവ്വം അങ്ങ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവം ആരാണെന്ന് ആരും അറിഞ്ഞിട്ടില്ല. ദൈവത്തോട് ഗാഠബന്ധം പറഞ്ഞ അവിടുത്തെ മടിയിലായിരിക്കും ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ നമുക്ക് വെളിപ്പെടുത്തിയെന്ന വചനത്തിലൂടെ ഞങ്ങൾ വായിക്കുമ്പോൾ ഈശോയെ അങ്ങേ ഭൂമിയിലേക്ക് വന്നത്
പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണല്ലോ. പിതാവ് ആരാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണല്ലോ. ആ പിതാവ് ചേർത്ത മക്കളായിട്ട് എങ്ങനെ വളരണമെന്ന് വഴി കാണിച്ചു തരാനും വഴിയായിട്ട് തീരാനും വേണ്ടിയിട്ടാണല്ലോ. അതുവഴിയാണ് ഞങ്ങൾ നാരകീയമായ സകല സ്വാധീനങ്ങളെന്നും നരക അധിപനായ ഡ്യൂപ്ലിക്കേറ്റ് അപ്പൻ്റെ സകല സ്വഭാവ സവിശേഷതകളുടെ പിടുത്തത്തിൽ നിന്നെല്ലാം ഞങ്ങൾ സ്വതന്ത്രം പ്രാപിക്കുന്നു. സ്വതന്ത്രരാകും ഞങ്ങൾ തിരിച്ചറിയുന്ന ഈശോയെ സ്വർഗസ്വനായ പിതാവായിട്ട് ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വർഗീയ അമ്മയായിട്ട് ഞങ്ങൾ ഭൂമി അനുഭവിക്കുന്ന സകല മാതൃത്വത്തിൻ്റെ വാത്സല്യത്തിൻ്റെയും കരുതലിൻ്റെയും പരിലാലനയുടെയും എല്ലാ അനുഭവങ്ങളുടെയും നിറവ് ഉറവിടമായിരിക്കുന്ന ആ ദൈവത്തെ തിരിച്ചറിയാനും മണവാട്ടി ബന്ധത്തിലെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ അത് ഞങ്ങൾക്ക് വേണ്ടി വെളിപാട് പുസ്തകം ഞങ്ങൾ വായിക്കുന്നു. ഭാവിയിൽ ഞങ്ങൾ സ്വർഗത്തിലായിരിക്കുമ്പോൾ ആ ഒരു അനുഭവത്തിൻ്റെ ആഴത്തിലേക്ക് ഞങ്ങൾ കടന്നു വരും. അപ്പായുടെ ചങ്കത്തായിരിക്കും, അമ്മായുടെ മാറിടത്തിലായിരിക്കും, മണവാളൻ്റെ ആലിംഗനത്തിലായിരിക്കും. അങ്ങനെ ഭൂമി ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായ ഈ സ്നേഹത്തിൻ്റെ ആഴപ്പെട്ട ബന്ധങ്ങളെല്ലാം മറികടക്കുന്ന അവയ്ക്കെല്ലാം ഉറവിടവും കാരണവുമായിരിക്കും ദൈവത്തിലേക്ക് ഞങ്ങൾ കടന്നു വരാൻ, ഉയർന്നു വരാൻ, രൂപാന്തരപ്പെടാൻ, വളർന്നു വരാൻ ആ ദൈവത്തെ അറിയാൻ അങ്ങ് ആഗ്രഹിക്കുന്നല്ലോ. ഈശോ ഇതാ ഞങ്ങളുടെ ഉള്ളു തുറന്നു തരുന്നു, ഞങ്ങൾ തന്നെ വിട്ടു തരുന്നു. ആ സ്നേഹം ഞങ്ങളേക്ക് അവിഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. സ്തുതി സ്തുതി സ്തുതി. അമ്മയെ അമ്മയുടെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ തന്നെ പുതുക്കി പ്രതിഷ്ഠിക്കുന്നു. സന്തോഷത്തോടെ നിരന്തരം ഉണ്ണിസഭകൾ പ്രാർത്ഥിക്കണമേ. കർത്താവായ ദൈവവ്യവസ്ഥ കത്തോലിക്കാ സഭയിലെ എളിയ ദാസന് അങ്ങ് അണിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിന്റെ അഭിഷേക അധികാരം അനുസരിച്ച് പലാരൂപത്തിന്റെ വാഗോൺ മണ്ഡപ ധ്യാനകേന്ദ്രത്തിന്റെ നിയമനാധികാരം അനുസരിച്ചും പ്രപശത്വ പരമദീപികാരന് തിരുസ്ഥാനത്ത് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ട് അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ അങ്ങയുടെ ആശീർവാദാസം നൽകുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗ മേഖലകളോടും എല്ലാ ആത്മീയ പരിശ്രമങ്ങളോടും ദൈവത്തെ അറിയാനുള്ള നമ്മുടെ എല്ലാ അധ്വാനങ്ങളും നിയോഗങ്ങളുടെ കൂടെ വളരെ പ്രത്യേകമായി ഈ ആത്മീയ വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് ലോകവ്യാപകമായ പ്രാർത്ഥന വലയിറക്കി ദൈവരാജ്യത്തിന് വേണ്ടി ശേഖരിക്കാൻ ഈശോയ്ക്കൊപ്പം കൈ കോർത്ത് ഉള്ളു ചേർത്തേക്കുന്ന ഓരോ വ്യക്തിയോടും കൂടെ നൂറിരട്ടിയായിട്ട് ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ.